സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ചെയ്യാറുണ്ട്. എല്ലാം ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ സെലക്റ്റീവാണ്. ഞാനൊന്ന് നമ്മൾ അച്ഛനാണ്, ഇത് പ്രൊഫഷണലല്ലോ മ്യൂസിക്, ഇതെൻ്റെ മിനിസ്ട്രിയാണിപ്പോൾ. സോ അത് ശ്രദ്ധിച്ച് അതിന് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇപ്പോൾ UK ഞാൻ പോയായിരുന്നു ഈ അടുത്ത്. എബ്രോഡ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് പോയത് UK അപ്പോൾ അതൊരു സെക്യുലർ പ്രോഗ്രാമായിരുന്നു, എന്നാൽ ചർച്ച അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാം. അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പള്ളിയില്ല, പള്ളി പണിയണം. അപ്പോൾ ഇൻറ്റൻഷൻ പ്യുവറാണ് അവരുടെ. സോ എന്തുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തുവിടാമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ വോയിസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം അതെപ്പോഴും അല്ലേ, ഒരു അങ്ങനെ ഒരു UK ഒരു 5 പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻറ്റൻഷൻ നോക്കും. ഇപ്പോൾ ഈവൻ റെക്കോർഡിങ്സ് ആണെങ്കിലും ഞാൻ നോ പറയാനുള്ള റീസൺ ഭയങ്കര ഒരു ഡ്രമാറ്റിക് ഇതിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കണം എന്ന് നമുക്ക് വല്ലാണ്ടൊരു മോട്ടിവേഷൻ തോന്നുമ്പോൾ മാത്രം ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. എൻ്റെ ഇങ്ങനെ റെഗുലർ ഒന്നുമല്ല, പ്രയർ ലൈഫൊക്കെ ആയിട്ട് ഹുക്ക് ചെയ്താണ് ഞാൻ എൻ്റെ മ്യൂസിക്കിനെ ഇട്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഇതെൻ്റെ പ്രൊഫഷനാവും, ഞാൻ വൈറലാകാൻ നടക്കും, ഞാൻ ലൈക്സിന് വേണ്ടി ക്രേവിങ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നേ ഇല്ല.